മമ്മൂട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്, ആ അവാർഡ് ആരാണ് കൊടുത്തത്? ഇതിനെക്കുറിച്ചുള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിക്ക് ഇനി ഏത് അവാർഡ് കൊടുക്കണം? ഏത് അവാർഡ് കിട്ടിയാലും സന്തോഷമാവുക? കിട്ടേണ്ടതൊക്കെ ആവശ്യത്തിലേറെ കിട്ടിക്കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് മമ്മൂട്ടി പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു പുതുമുഖമാണേ, എനിക്കിപ്പോഴും അഭിനയത്തിൻ്റെ ആർത്തി മാറിയിട്ടില്ല, ഞാനിപ്പോഴും അവാർഡിൻ്റെ ഹാങ് ഓവറിലാണേ, ഒന്നും വേണ്ടാന്ന് വയ്ക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും മമ്മൂട്ടിക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. നാഷണൽ അവാർഡ് ഇത്ര എണ്ണം, സംസ്ഥാന അവാർഡ്, സ്വകാര്യ വ്യക്തികളുടെ അവാർഡ്, അങ്ങനെ നിറയെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡുകളിലൊന്നും മമ്മൂട്ടിക്ക് സന്തോഷമില്ല എന്ന് അറിയാനും കഴിഞ്ഞു. പറയുന്നവരെ മണ്ടന്മാരെന്ന് വിളിക്കാം. ഇത്രയും അവാർഡ് കിട്ടിയിട്ട് ആ അവാർഡുകളൊന്നും നമുക്ക് ഇഷ്ടമില്ല, പിന്നെ ഏത് അവാർഡ് വേണം? ഏത് അവാർഡുള്ള ഇനിയിപ്പോൾ? ഇനി മറ്റേ ലോക പ്രശസ്തമായ അവാർഡുകളൊക്കെ വലിയ വലിയ കണ്ടില്ലേ, അവാർഡ് കിട്ടിയാൽ മതിയോ? അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുമില്ല. കാരണം നമ്മുടെ മലയാളികളടക്കമുള്ളവർ ഓസ്കാർ എത്ര വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? അപ്പോൾ സങ്കല്പിക്കാത്തവർ പോലും ആ ഓസ്കാർ അവാർഡിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടി പറയുമ്പോൾ എല്ലാ പടങ്ങളും എടുത്ത് നോക്കാം. മമ്മൂട്ടിയുടെ ചില പടങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കാൻ പോകുമ്പോഴും ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അതിന് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കിട്ടിയില്ലെങ്കിൽ പോലും അത് കൊടുക്കാത്തത് അവരുടെ കുറ്റം. അങ്ങനെയുള്ള കുറേ നിരവധി കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിൽ ഒരു ചോദിക്കുകയാണെന്ന്, പറയൂ 10 മികച്ച കഥാപാത്രങ്ങൾ മമ്മൂട്ടിയുടെ പറയൂ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ എത്രയോ പേരതിനെക്കുറിച്ച് പറയും. ചിലർക്ക് ചില പേരുകളിൽ മാറ്റമുണ്ടായിരിക്കാം. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി പോകുന്നവർ ചിലപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞതായിരിക്കാം, ഒരു വടക്കൻ വീരതയെക്കുറിച്ച് പറഞ്ഞിരിക്കാം, അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. അങ്ങനെയൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയാം. കുടുംബപരമായിട്ടുള്ള സിനിമ പറയുമ്പോൾ വാത്സല്യത്തിൽ രാഘവൻ നായരെ കുറിച്ച് പറയില്ലേ? നമ്മളൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള രാഘവൻ നായർ എന്താ മോശമാണോ? മൃഗയിലെ വാറുണ്ണി എന്താ മോശമാണോ? നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ എത്രയോ നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് മമ്മൂട്ടി കടന്നു പോകുന്നത്. അതൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണെന്ന് ആലോചിക്കണം. അതിനിടയിൽ മമ്മൂട്ടിക്ക് ഒരു ചതി എന്നുള്ളതല്ല. കാരണം മോഹൻലാൽ അടക്കമുള്ള ഒരു നാടകം അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാടകം മോശമല്ല, ശക്തമാണ്. പക്ഷെ സിനിമാക്കാർ നാടകം അഭിനയിക്കുമ്പോൾ അതിന് വാല്യൂ കൂട്ടിക്കൊടുക്കും. കാരണം എന്താ? മോഹൻലാൽ അഭിനയിക്കുന്നൊരു നാടകമാണ്. ആ നാടകം അധികം സ്ഥലത്ത് കളിക്കണമെന്നില്ല, പക്ഷെ ആ നാടകം കളിക്കണമെങ്കിൽ അതിന് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ലക്ഷങ്ങൾ കൊടുക്കുക മാത്രമല്ല, അതൊരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇല്ലേ? കർണനടക്കമുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് മമ്മൂട്ടിക്കും ഇങ്ങനൊരു നാടകം അവതരിപ്പിക്കേണ്ട ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് മലയാള മനോരമക്കാർ ഒരു നാടകത്തെക്കുറിച്ച് മമ്മൂട്ടിയോട് പറയുകയാണ്. മമ്മൂട്ടി ഭീം എന്നുള്ളൊരു നാടകം അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടിക്ക് സന്തോഷമായി. വലിയ പത്ര ശൃംഖലയല്ലേ, തറവാടല്ലേ, അത് നല്ല നാടകമല്ലേ. അങ്ങനെ ഭീം എന്നുള്ള നാടകം അവതരിപ്പിക്കാൻ പോവുക. അപ്പം മമ്മൂട്ടിക്കൊരാഗ്രഹമുണ്ട്, ഈ നാടകം കാണുന്നതും കൂട്ടത്തിൽ തൻ്റെ മാനസ ഗുരു കൂടി ഉണ്ടായെന്നാൽ കൊള്ളാം. MT വാസുദേവൻ നായർ. കുറച്ച് വർഷം മുമ്പാണ്, അങ്ങേര് ചെറുപ്പമാണ്, ചുറുചുറുക്കുള്ള സമയമാണ്, യാത്രകൾ ചെയ്യുന്ന സമയമാണ്, എഴുത്തിൻ്റെ പണിപ്പുരയിൽ ധാരാളം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടി തൻ്റെ ആഗ്രഹം ഗുരുവിനോട് പറയുന്നു, വരാമെന്ന് പറയുന്നു. നാടകം തുടങ്ങി, നാടകം കാണുന്നു, പലരും നല്ല അഭിപ്രായം പറയുന്നു. ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി, MT സാറിൽ നിന്ന് കേൾക്കുന്ന അഭിപ്രായം എന്താണോ അതാണ് തനിക്ക് വേണ്ടത് എന്ന് മമ്മൂട്ടി തീരുമാനിക്കുന്നു. ഒടുവിൽ ചോദിക്കുന്നു, ഗുരു എങ്ങനെയുണ്ട് ഈ നാടകത്തിലെ എൻ്റെ അഭിനയം? അപ്പോൾ MT പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല,
ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആകെ വല്ലാതായി. ഒന്നുകിൽ മോശം, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, അതുമല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും കൂടി നന്നാക്കാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു, ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ മുഖം ഇങ്ങനെ വല്ലാതാവുന്നത് കണ്ട് സാധാരണ അപൂർവമായി ചിരിക്കുന്ന എം ടിയുടെ ചുണ്ടിൽ ചിരി വിടർന്ന് പറഞ്ഞു, ഞാൻ മോശം അർത്ഥത്തിലല്ല പറഞ്ഞത്. മമ്മൂട്ടി ഇതുവരെ ചെയ്തതെല്ലാം ഗംഭീരം തന്നെയാണ്, അതിൻ്റെ യാത്ര തന്നെയാണ് ഈ നാടകം എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഇതാണെന്ന്. നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ മറ്റ് അവാർഡുകളല്ല, ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. അതിനെ പലരും പരിഹസിച്ചിരിക്കാം, എം ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. എന്തായാലും ശരി, മമ്മൂട്ടി അങ്ങനെ പരസ്യമായി പറഞ്ഞു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്ര കണ്ടെന്ന് മനസ്സിലായി. ഒരു അച്ഛനും മകനോടെന്ന പോലെ എം ടിക്ക് 91-ാമത്തെ വയസ്സിൽ ആദരവ് കൊടുത്തപ്പോൾ ഒരു അച്ഛൻ്റെ നെഞ്ചിലേക്ക് മകനെന്ന പോലെ, അല്ലെങ്കിൽ മകൻ്റെ നെഞ്ചിലെ അച്ഛനെന്ന പോലെ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് എം ടി ചാഞ്ഞ് കെടുക്കുന്ന സീനുണ്ടല്ലോ, അതൊരു വല്ലാത്ത അനുഭവമാണ്. അത് ശരിക്കും ഒരു ഗുരു ശിഷ്യ ബന്ധം മാത്രമാണ്, അതൊരു സമർപ്പണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ വേദന എം ടി പോയപ്പോഴും അതിൻ്റെ വേദന വല്ലാതെ മമ്മൂട്ടിയെ വൂണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കും, ശരിക്കും വൂണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പം നല്ല കഥാപാത്രങ്ങൾ കൊടുത്തത് എം ടിയാണ്. ആ കഥാപാത്രം വിജയിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തിന് ചില സംവിധായകർ മമ്മൂട്ടിയെ വേണ്ട എന്ന് വെച്ചിട്ട് പോലും അവിടെ മമ്മൂട്ടിയെ കൊണ്ടുവന്നു ആലോചിക്കണം. എന്തിനോ ഒരു സിനിമയിൽ, ദേവലോകം എന്നുള്ള സിനിമയിൽ, ചെറുകാടിൻ്റെ പ്രശസ്തമായൊരു നോവലാണ്, അതിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതിൽ രാഷ്ട്രീയക്കാരൻ്റെ റോളിൽ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ഒരു റോള് ആ നോവലിൽ ഇല്ലായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. അത് മമ്മൂട്ടിക്ക് വേണ്ടി അങ്ങനൊരു കഥാപാത്രത്തെ എം ടി സൃഷ്ടിച്ചു എന്ന് ആലോചിക്കണം. ആ കഥാപാത്രം നല്ലൊരു കഥാപാത്രമാണ്. നിർഭാഗ്യവശാൽ ആ സിനിമ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മമ്മൂട്ടി തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാനന്ന് പാലക്കാട് കോട്ട മൈതാനിയിൽ, അതൊരു പാർട്ടി സമ്മേളനം നടക്കുന്ന പ്രീതിയിൽ ഞാൻ നേതാവായി ഓടി നടന്നപ്പോഴൊക്കെ അന്ന് ഞാൻ ഇതൊരു സിനിമയല്ല, ഇത് ഒറിജിനൽ പാർട്ടി സമ്മേളനമാണ് എന്നും ഞാനൊരു സഖാവാണെന്നും ഞാനൊരു രാഷ്ട്രീയ നേതാവാണെന്നും ഞാനന്ന് വിശ്വസിച്ചു പോയി. അത്രമാത്രം മനോഹരമായിട്ടാണ് അതിൻ്റെ സെറ്റിട്ടിരുന്നത്, അതിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആലോചിക്കണം. എൻ്റെ കഥാപാത്രവും അങ്ങനെയാണ്. നമുക്ക് മമ്മൂട്ടിയുടെ വാക്കുകൾ വിശ്വസിക്കാം. കാരണം ഇത് ഏറ്റവും വലിയ മറ്റ് അവാർഡിനേക്കാൾ മമ്മൂട്ടി വിലമതിക്കുന്നത് എം ടിയുടെ വാക്കുകൾക്ക് തന്നെയാണ്.